ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുവെന്ന അത്ഭുത നാമം വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലും അതുപോലെ പ്ലേഗ് ബാധയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു നഗരത്തിൻ്റെ കഥയുമാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. വർഷം 1432. പോർച്ചുഗലിലെ ലിസ്ബൺ നഗരം പ്ലേഗ് ബാധിതമായി. പ്ലേഗ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാനായി പലരും ലിസ്ബൺ വിട്ടു. അതോടെ രാജ്യം മുഴുവനും പ്ലേഗ് ബാധയായി. സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരുന്നു. അതിൽ വൈദികരും കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സും ഭരണാധികാരികളും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ മൃതദേഹ സംസ്കരിക്കാൻ ആളില്ലാതെ തെരുവീഥികളിൽ അനാഥമായി. ഭീകരമായ അവസ്ഥ, എവിടെയും മരണത്തിൻ്റെ സംഹാര താണ്ഡവം. ഈ സമയം ബിഷപ്പ് ആന്ദ്രേ ഡയസിന് ദൈവാത്മാവിൽ പ്രചോദിതമായി ഒരു തോന്നലുണ്ടായി. ജനങ്ങളോട് അദ്ദേഹം യേശുനാമം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു. രോഗികളോടും രോഗബാധിതരല്ലാത്തവരോടും എല്ലാവരോടും യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കാനായിരുന്നു ബിഷപ്പിന്റെ അഭ്യർത്ഥന. അദ്ദേഹം അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തു. മാത്രവുമല്ല, യേശുനാമം കാർഡുകളിൽ എഴുതി ദേഹത്ത് ധരിക്കുവാനും രാത്രിയിൽ ഉറങ്ങുമ്പോൾ തലയണിയുടെ കീഴിൽ വയ്ക്കാനും വാതിലുകളിൽ ഒട്ടിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലിസ്ബൺ നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് യേശുനാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നഗരത്തിലെവിടെയും ആ നാമം മാത്രം നിറഞ്ഞു നിന്നു. തെരുവുകളിലും കടകളിലും വീടുകളിലും ചന്തകളിലും എല്ലാം യേശുനാമം എഴുതിയ ബോർഡുകൾ തിങ്ങി നിറഞ്ഞു. ബിഷപ്പ് യേശുനാമത്തിൽ വെഞ്ചിരിപ്പ് കർമ്മവും നടത്തി. ഇതിൻ്റെ എല്ലാ ഫലം അതിശയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. പ്ലേഗ് രോഗം ശമിച്ചു. ആളുകൾ രോഗവിമുക്തരായി. നഗരത്തിൽ നിന്ന് രോഗം വിട്ടകന്നു. യേശുനാമത്തിൻ്റെ ശക്തി വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു കൊച്ചു സംഭവം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ ബ്രദർ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയം, വീടിൻ്റെ പണി പകുതിയോളമായപ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം തീർന്നു. അങ്ങനെ പകുതിയിൽ വെച്ച് വീട് പണി സ്റ്റോപ്പാവുകയാണ്. ആ സമയം അവൻ KSFയിലെ 10 ലക്ഷത്തിൻ്റെ 2 ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയാൽ ബാക്കി കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ മാസവും ഇവൻ ചിട്ടി പിടിക്കാനായി പോകും. നിരാശയോടെ തിരിച്ചു വരും. കാരണം വളരെ കുറഞ്ഞ എമൗണ്ടിലായിരുന്നു ലേലത്തിൽ ചിട്ടി പിടിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവർ. അങ്ങനെ പിടിക്കുന്നത് നമുക്ക് നഷ്ടമാണല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു തവണ ലേലം വിളിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നീ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു 8 ലക്ഷത്തിനെങ്കിലും ഇത്തവണ ചിട്ടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് 8 ലക്ഷമല്ല, അതിന് മുകളിൽ ഇത്തവണ ഉറപ്പായിട്ടും കിട്ടുമെടാ എന്ന് പറഞ്ഞ് അവനെ സമാധാനത്തോടെ ഞാൻ പറഞ്ഞയച്ചു. അങ്ങനെ അവൻ പിറ്റേ ദിവസം ചിട്ടി പിടിക്കാനായിട്ട് പോയി. എല്ലാ തവണ ചെല്ലുമ്പോഴും അങ്ങോട്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ നിറയെ ആളുകളായിരുന്നു. ഇത്തവണ അവൻ ചെന്നപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവരൊന്നും അത്ര അത്യാവശ്യക്കാരൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ആ സമയം 8.5 ലക്ഷത്തിന് ആ ചിട്ടി പിടിക്കാനായിട്ട് അവന് സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇവൻ ചിട്ടി പിടിക്കാൻ പോകുന്ന ദിവസം രാവിലെ മുതൽ ഞാനും അമ്മയും ചേർന്ന് യേശുനാമം ഉരുവിട്ടുരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവന് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് നമ്മുടെ വട്ടായിലച്ഛൻ്റെ ടോക്കുകളിൽ നിന്നാണ്. ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ ഒക്കെ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. അച്ഛൻ എപ്പോഴും യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാറുണ്ട്. യേശുവിൻ്റെ നാമം വിളിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്കും അങ്ങനെ ഒരു പ്രേരണ കിട്ടിയത്. ഞാൻ അങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ, യേശുവെന്ന അത്ഭുത നാമത്തിന് വലിയ ശക്തിയുണ്ട്. നമുക്ക് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവെന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നല്ലൊരു തുകയ്ക്ക് ആ ചിട്ടി കിട്ടുവാൻ കൃപയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് ഇറങ്ങണം ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ യേശു എന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അതിൻ്റെ ആ യേശു എന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും നല്ലൊരു തുകയ്ക്ക് ഞങ്ങൾക്ക് ആ ചിട്ടി കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു വരുന്നോടം വരെ, എൻ്റെ ബ്രദർ തിരിച്ചു വരുന്നോടം വരെ ഞങ്ങളിങ്ങനെ യേശുവേ 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 യേശു എന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നല്ല തുകയ്ക്ക് ആ ചിട്ടി കിട്ടണേ, യേശുവേ യേശുവേ, ഈശോയുടെ നാമം ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു ചിട്ടിയും കൂടി ഉണ്ടായിരുന്നു. അതും ഞങ്ങൾക്ക് ഒത്തിരി താമസിയാതെ തന്നെ ആ ചിട്ടിയും നല്ല തുകയ്ക്ക് തന്നെ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ വീടിൻ്റെ പണിയെല്ലാം അന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നിങ്ങനെ ഈ ചിട്ടി കിട്ടിയ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മ ആൻറ്റിമാരെയൊക്കെ വിളിച്ച്, അമ്മയുടെ സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഒരു സാക്ഷ്യം അവരോട് ഷെയർ ചെയ്തത്. കാരണം അവരും ഈ ഒരു യേശു എന്ന നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാനും അവർക്കും പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം കിട്ടാനും ഒക്കെ വേണ്ടി അമ്മ അവരെല്ലാം വിളിച്ച് അമ്മയുടെ ആ ഒരു അനുഭവം അമ്മ ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുക. യേശുനാമത്തിൻ്റെ ശക്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. നാം വേണ്ടതുപോലെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് മാത്രം. പിതാവായ ദൈവം നമുക്ക് നൽകിയ നാമമാണ് യേശുനാമം. എല്ലാ നാമത്തിനും ഉപരിയായ നാമം, പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം കേട്ടാൽ, യേശുവിനെ നമ്മൾ ഉരുവിട്ടാൽ പിന്നെ പിശാചിന് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അവൻ ഭയന്നോടും, വാലും പൊക്കി അവൻ ഓടും. അത്രമേൽ ശക്തിയാണ്. യേശുവിൻ്റെ നാമം കേട്ടാൽ പിശാചുക്കളൊക്കെ ഞെട്ടിവിറയ്ക്കും. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകിയിറങ്ങും. ദൈവമക്കളാക്കുന്ന നാമമാണ് നമ്മളെ. പാപമോചനം നൽകുന്ന നാമമാണ്. രോഗശാന്തി നൽകുന്ന നാമമാണ്. രോഗികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് യേശു എന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തി ഇറങ്ങി നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. അതുപോലെ രക്ഷയ്ക്കുള്ള ഏക നാമമാണ് യേശുനാമം. സകലത്തിൻ്റെ മേലും അധികാരമുള്ള നാമമാണ്. പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് നിങ്ങൾ നിറയും. പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമമാണ്. അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമമാണ് യേശുനാമം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ യേശുവെന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തി എത്രത്തോളമെന്ന്. നമ്മളത് വെറുതെ കാണരുത്. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എപ്പോഴും നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. വിശ്വാസത്തോടെ നമുക്ക് യേശുനാമം വിളിച്ച് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ശീലിച്ച് വേറെ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഈശോയെ ഈശോയെ യേശുവേ 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 എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ആ നാമം നിങ്ങളിൽ അഭിഷേകമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.